ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീണ്ടും വളരെയധികം പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ടെസ്റ്റ്നെറ്റ് എയർ ഡ്രോപ്പിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. വളരെയധികം ഹൈപ്പ് ഇപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിന് മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെൽ ഫണ്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഇത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് വളരെ വലിയൊരു എയർ ഡ്രോപ്പിന് എലിജിബിലിറ്റി നേടാനായിട്ട് പറ്റും എന്ന് നോക്കാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്നുള്ള ക്രിപ്റ്റോ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്യുക. എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അലിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെയർ 1 ബ്ലോക്ക് ചെയിൻ പ്രൊജക്റ്റിൻ്റെ ടെസ്റ്റ്നെറ്റിൽ കുറച്ച് ട്രാൻസാക്ഷൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ വെൽ ഫണ്ടഡ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ടോക്കൺ റിലീസ് ചെയ്യുന്ന സമയത്ത് ടെസ്റ്റ്നെറ്റ് യൂസ് ചെയ്ത ആളുകൾക്ക് ഒരുപക്ഷെ നല്ല രീതിയിൽ എയർ ഡ്രോപ്പ് കിട്ടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവരുടെ ടോട്ടൽ ഫണ്ടിങ് നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒരു $298 മില്യൺ വർത്ത് ടോട്ടൽ ഫണ്ടിങ് അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം പോസിബിലിറ്റി ഉണ്ട് നമുക്ക് നല്ല രീതിയിൽ എയർ ഡ്രോപ്പ് കിട്ടാനായിട്ട്. അതുപോലെ തന്നെ ഇവരുടെ ടെസ്റ്റ്നെറ്റ് ഇപ്പം കുറച്ചധികം സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. എന്നിരുന്നാലും നിങ്ങൾ മാക്സിമം ഇത് ചെയ്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത് ഫുൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു Q1 ധാരാളം പ്രൊജക്റ്റുകൾ എയർ ഡ്രോപ്പ് കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതലും എയർ ഡ്രോപ്പുകളിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് ഇതിൽ ട്രാൻസാക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിയോ വാലറ്റിൻ്റെ ആവശ്യമുണ്ട്. സോ അലിയോ സപ്പോർട്ട് ചെയ്യുന്ന വാലറ്റാണ് ലിയോ വാലറ്റ്. ഇത് ക്രോം എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സാധാരണ നിങ്ങൾ എങ്ങനെയാണ് ഒരു വാലറ്റ് സെറ്റപ്പ് ചെയ്യുന്നത് സെയിം മെത്തേഡിൽ ഇത് സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം ഇതിൻ്റെ കീസും കാര്യങ്ങളൊക്കെ മറക്കാതെ എവിടെയെങ്കിലും എഴുതി വെക്കുക. അതിനുശേഷം നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാലറ്റ് ഗ്രീൻ ലിസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അവിടെ ആ ഒരു കാണുന്ന സ്ഥലത്ത് നമ്മുടെ വാലറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് അടിക്കുക. എന്നിട്ട് പെയിൻറ്റ് ഇറ്റ് ഗ്രീൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഡ്രസ്സ് ഗ്രീൻ ലിസ്റ്റ് ആവുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ടെസ്റ്റ്നെറ്റ് ടോക്കൺസ് ക്ലെയിം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അവരുടെ ഡിസ്കോഡിൽ കയറുക. ഡിസ്കോഡിൽ കയറുമ്പോൾ നമുക്ക് അവിടെ ലെഫ്റ്റ് സൈഡിൽ ഫോസെറ്റ് എന്ന് പറഞ്ഞാൽ കാണാനായിട്ട് പറ്റും. സോ അവിടെ നമ്മൾ /സെൻഡ് ക്രെഡിറ്റ്സ് സ്പേസ് നമ്മുടെ ലിയോ വാലറ്റിൻ്റെ റിസീവിങ് അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം എത്ര ടോക്കൺസ് ആണ് നമുക്ക് വേണ്ടത് അതവിടെ സ്പേസ് അടിച്ചതിന് ശേഷം കൊടുക്കുക. ഇവിടെ ഓരോരുത്തർ കൊടുക്കുന്ന കണ്ടിരുന്നത് നിങ്ങൾക്ക് അവിടെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാൻ ഈ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ അവിടെ ടോക്കൺസ് എത്ര വേണമെന്ന് അവിടെ കൊടുക്കാനായിട്ട് മറന്നുപോയി. നിങ്ങളുടെ അഡ്രസ്സിന് ശേഷം സ്പേസ് കൊടുത്തിട്ട് എത്ര ടോക്കൺസ് വേണമെന്നുള്ളത് നിങ്ങളവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ടോക്കൺസ് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇനി ടോക്കൺസ് കിട്ടാൻ മറ്റൊരു മെത്തേഡും കൂടെ ഉണ്ട്. ലിയോ വാലറ്റ് തുറന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫോസെറ്റ് കാണാം. ആ ഒരു ഫോസെറ്റിൽ കാണുന്ന ആ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിന്നൊരു SMS, ഇൻ്റർനാഷണൽ SMS അയക്കുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു 5 രൂപേൻ്റെയും 10 രൂപേൻ്റെ ഇടയിൽ മുടക്കുകയാണെങ്കിൽ ആ SMS വഴി നിങ്ങൾക്ക് ഏകദേശം 100 ടെസ്റ്റ് ടോക്കൺസ് കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് 2 രീതിയുണ്ട്. ഇഷ്ടമുള്ള രീതിയിൽ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഇസാറിൻ്റെ ബ്രിഡ്ജിലാണ് അടുത്ത ട്രാൻസാക്ഷൻ നടക്കാനായിട്ടുള്ളത്. അതിന് നമ്മൾ നമ്മുടെ മെറ്റാമാസ്ക് വാലറ്റും അതുപോലെ തന്നെ അലിയോ വാലറ്റും രണ്ടും ഇവിടെ കണക്ട് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ മെറ്റാമാസ്കിൽ നമുക്ക് കുറച്ച് ഗോർലി ഇതേറിയം വേണം. ഞാനിവിടെ 0.05 ഗോർലി എതേറിയം അലിയോയിലേക്ക് ബ്രിഡ്ജ് ചെയ്യുകയാണ്. അതിനുശേഷം മെറ്റാമാസ്കിൽ വരുന്ന ട്രാൻസാക്ഷൻ നിങ്ങൾ ജസ്റ്റ് അപ്രൂവ് ചെയ്ത് കൊടുക്കുക. ഗോർലി എതേറിയ അല്ലെങ്കിൽ സെഫോളിയോ എതേറിയ ഒക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടുള്ള ഇഷ്ടമാതിരി ഫോസറ്റുകളിൽ നിന്ന് ക്ലെയിം ചെയ്യാവുന്നതായിരിക്കും. സോ ഈ ഒരു ബ്രിഡ്ജ് നമ്മൾ ഉപയോഗിക്കും തോറും ദിവസവും 1000 പോയിൻറ്റ്സ് ഒക്കെ വെച്ച് കിട്ടുന്നതായിരിക്കും. ഞാൻ കുറേ കാലം മുന്നേ യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് എനിക്കിവിടെ ഏകദേശം ഒരു 20,000 പോയിൻ്റ് ഇവിടെ ആയിട്ടുണ്ട്. സോ ഈ ഒരു ബ്രിഡ്ജ് നിങ്ങൾ പറ്റുന്നത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി രണ്ടാമതെന്ന് പറയുന്നത് അടുത്തതെന്ന് പറയുന്നത് നമ്മളൊരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആൽഫ സ്വാപ്പാണ് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. ഇതിലും നമുക്ക് കുറേ അധികം ടെസ്റ്റ്നെറ്റ് ടോക്കൺസ് ക്ലെയിം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ടോക്കൺസ് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്വാപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാനിതിപ്പോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ക്ലെയിമും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എന്നിരുന്നാലും കുറച്ച് സമയം കഴിയുമ്പോൾ ക്ലെയിമും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വരും. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിലും ട്രാൻസാക്ഷൻസ് ചെയ്യുക. ആദ്യം തന്നെ ഈ ഇതിൽ കണ്ട പോലെ തന്നെ ഇതിലുള്ള ടോക്കൺസ് എല്ലാം നമ്മൾ ക്ലെയിം ചെയ്യുക. അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്വാപ്പ് ചെയ്യുക. അതിനുശേഷം പൂൾസിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പെയറിൽ ലിക്വിഡിറ്റിയും പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ നോക്കുമ്പോൾ അതും ഇപ്പം കറൻ്റ്ലി വർക്കിംഗ് അല്ല. സോ നിങ്ങളതെപ്പോൾ ലൈവ് ആവുന്നോ ആ ഒരു സമയത്ത് ആൽഫ സ്വാപ്പ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ ഡെക്സ് എന്ന് പറയുന്നത് ആർക്കേൻ ഫിനാൻസ് ആണ്. ഇവിടെ നമുക്ക് ഫോസെറ്റിൽ USDC അതുപോലെ തന്നെ USDT ഒക്കെ മിൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഏകദേശം ഒരു 1000 USDC ഇവിടെ ടെസ്റ്റ്നെറ്റ് USDC ഇവിടെ മിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. മിൻറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ലിയോ വാലറ്റിൽ ട്രാൻസാക്ഷൻ അപ്രൂവ് ചെയ്യുക. കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് അത്രയും ടെസ്റ്റ്നെറ്റ് USDC കിട്ടുന്നതായിരിക്കും. ഇനി ആ ഒരു ടെസ്റ്റ്നെറ്റ് USDC ഉപയോഗിച്ചിട്ട് നിങ്ങൾ സ്വാപ്പ് ചെയ്യുക. ഇഷ്ടമുള്ള കോയിനിലേക്ക് സ്വാപ്പ് ചെയ്യുക. ഞാനിവിടെ USDC
റാപ്ഡ് എതേറിയത്തിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഏകദേശം ഒരു 100 USDC ഞാനിവിടെ സ്വാപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ വീണ്ടും വരുന്ന വാലറ്റിലെ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ സൈൻ ഇൻ ചെയ്ത് കൊടുക്കുക. ആർക്കൈൻ ഫൈനാൻസ് ആൽഫ സ്വാപ്പിനെക്കാട്ടും ബെറ്റർ ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഈ ഒരു ഡെക്സും ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ അലിയോൻ്റെ ഒരു ഡൊമെയിൻ രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ ക്രിപ്റ്റോ കിഡ് എന്നുള്ള ഒരു ഡൊമെയിൻ അവൈലബിൾ ആണോ നോക്കുകയാണ്. സോ അത് അവൈലബിൾ ആണ്. നമുക്കത് രജിസ്റ്റർ ക്ലിക്ക് ചെയ്യാം. രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലിയോ വാലറ്റിൽ വരുന്ന ട്രാൻസാക്ഷൻ നിങ്ങൾ അപ്രൂവ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ കുറച്ച് സ്ലോ ആണ്. പക്ഷേ ക്ഷമയോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കവിടെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കിട്ടാവുന്നതാണ്. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്കൊരു NFT ക്രിയേറ്റ് ചെയ്യണം. സോ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഇമേജ്, ഇഷ്ടമുള്ളൊരു പേര്, ഇഷ്ടമുള്ളൊരു ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ട് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ലിങ്ക് അവിടെ കൊടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ നമുക്കിവിടെ NFT മിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ക്രിയേറ്റ് കളക്ഷൻ കൊടുക്കുക. ലിയോ വാലറ്റിലെ വരുന്ന ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്രൂവ് ചെയ്യാം. സോ കറൻ്റ്ലി ഇത്രയും ട്രാൻസാക്ഷൻസ് ആണ് ഇതിൽ വരുന്നത്. മാക്സിമം നിങ്ങൾ ഇതിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ആരും ഇത് മിസ്സാക്കരുത്. ഒരു പക്ഷേ നമുക്ക് നല്ല രീതിയിൽ എയർ ഡ്രോപ്പ് കിട്ടുവാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളൊരു പ്രൊജക്റ്റാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ടെസ്റ്റ് നെറ്റുകളിലൊക്കെ നിങ്ങൾ മാക്സിമം പാർട്ടിസിപ്പേഷനോ ഉറപ്പുവരുത്തുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.